ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടിയിട്ട് കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. അതിന് മുന്നൊരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടി വരുന്ന റീഡിംഗ് ആണ്. റീഡിങ്ങിലേക്ക് പോവാം. ഒരു കാര്യം പറയട്ടെ, ഇന്ന് ഫുൾ മൂൺ ആണ് കേട്ടോ. ഒക്ടോബർ 6 2025 ഇന്ന് ഫുൾ മൂൺ അഫർമേഷൻ ചെയ്യുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം വെൽത്താണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. 3 ഡിസയേഴ്സ് നമുക്ക് യൂണിവേഴ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ചന്ദ്രനോട്, പൗർണമിയോട് നമുക്ക് ആവശ്യപ്പെടാം. അത് സാധിച്ചു കിട്ടിയതായിട്ട് പറയാം. ആദ്യത്തേത് നമ്മുടെ പ്രോഗ്രസ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള അബണ്ടൻ്റ് ആണ് പ്രാർത്ഥിക്കേണ്ടത്. അതിലാണ് പുരോഗതി വരുന്നത് കേട്ടോ. അപ്പോൾ അത് മറക്കരുത്. മറ്റുള്ള കോണ്ടിനെൻസിൽ നാളെ ആയിരിക്കും കേട്ടോ. അമേരിക്കൻ പോലുള്ള GMT വെച്ച് നോക്കുമ്പോഴേ നാളെ ആയിരിക്കും കാണുക കേട്ടോ. ഇന്ത്യയിൽ നമുക്ക് ഇന്നാണ് കാണുന്നത്. ഇത് പീക്കിൽ എത്തുന്നത് 11:47 PM ആണ്. അപ്പോൾ അതുവരെയ്ക്ക് സമയമുണ്ട്, നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്യാനായിട്ട് സമയമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഫുൾ മൂൺ മാനിഫെസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ഫുൾ മൂണിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ആഗ്രഹങ്ങൾ 3 ഏതെങ്കിലും ഒന്ന് സാധിച്ചു കിട്ടുന്നതായിരിക്കും. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അത് സാധിച്ചു കിട്ടിയതിൽ താങ്ക് യു യൂണിവേഴ്സ് എന്ന ഗ്രാറ്റിറ്റ്യൂഡും പറയണം കേട്ടോ. ഫുൾ മൂൺ അഫർമേഷൻ്റെ വീഡിയോസ് ഞാൻ 1-2 ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിനോടൊപ്പം തന്നെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, നാളെ മുതലേ ഈ വീഡിയോസ് കാണുന്ന എൻ്റെ വ്യൂവേഴ്സ് നാളെ മുതൽ ഒരു കാര്യം ചെയ്യൂ. രാവിലെ ഉറക്കം എണീറ്റ ഉടനെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുക. തലേ ദിവസം തന്നെ നിങ്ങൾ കിടക്കുന്നതിനേക്കാളും മുന്നേ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം നിങ്ങളുടെ ടേബിളിൻ്റെ മുകളിൽ വെക്കാം. എഴുന്നേറ്റ ഉടനെ തന്നെ ആ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുക. 3 മണിക്കല്ലേ നിങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക അല്ലേ, ബ്രഹ്മമുഹൂർത്തത്തിൽ. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക. 5 കാര്യം ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇന്നത്തെ ദിവസം ഞാൻ ആരോടും ദേഷ്യപ്പെടില്ല, ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്, ഞാൻ ഒരു കാര്യത്തിലും വേദനിക്കില്ല, വ്യാകുലപ്പെടില്ല. ഇനി 3ാമത്തെ കാര്യം എന്താണ്, ഞാൻ എൻ്റെ ജോലി, നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യമാണോ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യും. ഈ 4ാമത്തെ കാര്യം എന്താണ്, ഞാൻ എല്ലാ ജീവജാലങ്ങളോടും, നമ്മൾ മാത്രമല്ലല്ലോ ഈ പ്രപഞ്ചത്തിലുള്ളത്, ഒരുപാട് ജീവജാലങ്ങളില്ലേ, അപ്പോൾ എല്ലാവരോടും നമ്മൾ കരുണയുള്ളവരായിരിക്കും. ഓക്കെ. ഇനി 5ാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ലഭിച്ച എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നന്ദിയുള്ളവനായിരിക്കും അല്ലെങ്കിൽ നന്ദിയുള്ളവളായിരിക്കും എന്ന് പറയാം. നമ്മളെന്ന ഓരോ വ്യക്തികൾക്കും നമുക്ക് യൂണിവേഴ്സ് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്നുണ്ട്. അതിനെല്ലാം നമ്മൾ നന്ദി പറയണം. താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ദിവസവും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങൾ അത് പ്രവർത്തിക്കുകയും കൂടി വേണം കേട്ടോ. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇന്ന് നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സ് തരുന്ന കാർഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് എടുക്കുകയാണ്. 5 ഓഫ് പെന്റക്കിൾ ആണ് ഇന്ന് കിട്ടിയിട്ടുള്ള കാർഡ്. ഫുൾ മൂൺ അഫർമേഷൻ ചെയ്യേണ്ട ഇന്ന് തന്നെയാണ് ഈ കാർഡ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഫിനാൻഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റക്ക് എനർജി ഉണ്ടായിരുന്നു, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതെല്ലാം മാറാൻ പോവുകയാണെന്ന് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുകയാണ്. നിങ്ങൾക്ക് ഒരു സ്റ്റക്ക് എനർജി നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട്, നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്നതോട് കൂടിയിട്ട് ചേഞ്ച് സംഭവിക്കാൻ പോവുകയാണ്, നിങ്ങളിലേക്ക് പ്രോഗ്രസ് വരാൻ പോവുകയാണെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ആ പിക്ചർ നോക്കി തന്നെ മനസ്സിലാകുന്നത് വളരെയേറെ തളർന്നിരിക്കുന്ന നിങ്ങളുടെ എനർജിയാണ്, വളരെയേറെ വറി ചെയ്യുന്ന നിങ്ങളുടെ എനർജിയാണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് വറി ചെയ്യുന്നത്. നിങ്ങളുടെ പ്രോഗ്രസ് എന്തുകൊണ്ട് നടക്കുന്നില്ല? ഒത്തിരി റീഡിങ്സ് എല്ലാം കാണുന്നുണ്ട്. എൻ്റെ ലൈഫിൽ എപ്പോഴും ഒരു സ്റ്റക്ക് എനർജിയാണ്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിലെ ബ്ലോക്കേജ് മാറുന്നു. നിങ്ങൾ ഇന്ന് അഫർമേഷൻ ചെയ്യുക, അതിനുശേഷം നിങ്ങളിലേക്ക് വരുന്ന പുരോഗതി നിങ്ങൾ നോക്കിക്കാണുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്കുള്ള സാധ്യതയെ നോക്കിക്കാണാൻ യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുകയാണ്. ഇവിടെ മാജിക്കൽ ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സ്
കാണിച്ചു തരുന്നത്. ഇവിടെ ആ ഡോർ ഓപ്പൺ ചെയ്താൽ നിങ്ങൾ തളർന്ന് വിഷമിച്ചിരിക്കേണ്ട വ്യക്തികളല്ല എന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളിലേക്ക് വരുന്ന സാധ്യതകളെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കും. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടേ? പ്രാർത്ഥന, ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ആയിട്ട് തന്നെ അവസരങ്ങൾ കൊണ്ടുവരാൻ പോവാണ്. ഈ റീഡിങ് കാണുന്ന നിമിഷം തന്നെ നിങ്ങൾ എന്ത് പറയണം? എൻ്റെ യൂണിവേഴ്സ് എനിക്ക് തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദിയുള്ളവനായിരിക്കും, അല്ലെങ്കിൽ നന്ദിയുള്ളവളായിരിക്കും. താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് കാർഡ് നോക്കാം. കിങ് ഓഫ് സോർഡ്സ് കാർഡാണ് നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളിലെ ക്ലിയർ തിങ്കിങ്ങിനെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ എന്ന വ്യക്തി എവിടെയും തോറ്റുപോകേണ്ട വ്യക്തിയല്ല എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയാണ്. നിങ്ങളുടെ ലക്ഷ്യത്തെ ഇവിടെ കാണിച്ചു തരുന്നു. ഇവിടെ ഒരു കയ്യിൽ എന്താണ്? ഈഗിളാണ്, മറുകൈയിൽ എന്താണ്? അമ്പും വില്ലുമായി നിൽക്കുന്ന നിങ്ങളുടെ എനർജിയാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഇവിടെ നിങ്ങളിലേക്ക് ഓപ്പോർച്യൂണിറ്റി തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങൾ സത്യത്തെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയായിട്ട് യൂണിവേഴ്സ് ഇവിടെ പറയുന്നു. ഇവിടെ നിങ്ങളിലേക്ക് ഒരു കറേജ് കിട്ടുന്നത് പോലെ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഏതൊരു ശക്തി എന്നെ മുന്നോട്ട് നയിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിലേക്ക് പുരോഗതി തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഇവിടെ നിങ്ങൾ എടുക്കുന്ന ആ ഒരു ഡിസിഷനെ തന്നെയാണ് കാണിക്കുന്നത്. യു മേക്ക് ഇന്റലിജന്റ് ആൻഡ് വൈസ് ഡിസിഷൻ എന്ന് പറയുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത്? നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഉറച്ച നിലപാടോട് കൂടിയിട്ട് നിങ്ങളോട് മുന്നോട്ട് പോകാൻ യൂണിവേഴ്സ് പറയുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തെ ഫോളോ ചെയ്യാൻ യൂണിവേഴ്സ് പറയുകയാണ്. ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു പുരോഗതി തന്നെയാണ് യൂണിവേഴ്സ് സെക്കൻഡ് കാർഡിലും കാണിച്ചു തരുന്നത്. നിങ്ങൾ തോറ്റുപോവേണ്ട ഒരു വ്യക്തിയല്ല എന്ന് നിങ്ങൾക്ക് സ്വയം ഒരു തിരിച്ചറിവ് യൂണിവേഴ്സ് നൽകുന്നു. ഇവിടെയാണ് നിങ്ങളിലേക്ക് ഒരു പ്രോഗ്രസ് ഉണ്ടാകുന്നത്. ഇവിടെയാണ് നിങ്ങൾ എന്ന വ്യക്തിയുടെ ആ ഒരു സ്കില്ലിനെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. തേർഡ് കാർഡ് നോക്കാം. വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണല്ലോ എന്ന് കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുമ്പോൾ എന്താണ് നിങ്ങളിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവരിൽ തിരിച്ചറിവ് സംഭവിക്കുകയാണ്. 2 ഓഫ് കപ്സ് കാർഡ് എന്ന് പറഞ്ഞാൽ അവരിലെ ഇമോഷനെയാണ് കാണിച്ചു തരുന്നത്. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് അവർക്കിപ്പോൾ ഫീൽ ചെയ്യുന്നു. നിങ്ങളെ മറക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അവരുടെ മനസ്സിൽ നിങ്ങളോട് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ആണ് ഉണ്ടാകുന്നത്. അവരുടെ ഹാർട്ട് കണക്ട് ചെയ്യുന്നത് നിങ്ങളിലേക്കാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ കുറേ പേർക്ക് ഇതൊരു കമ്മിറ്റ്മെൻറ്റിലേക്കും മാരേജിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് അവർക്ക് തന്നെ ഇപ്പോൾ തോന്നുകയാണ്. നിങ്ങൾ നോ കോണ്ടാക്റ്റിലായിരിക്കാം, അല്ലെങ്കിൽ സെപ്പറേഷനിലായിരിക്കാം. പക്ഷേ മാറ്റം സംഭവിച്ചിട്ടുള്ള നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. വരും ദിവസങ്ങളിൽ അവർ നിങ്ങളിലേക്ക് വരുന്നു. ഒരു മെസ്സേജ് കോളായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. ഇവിടെ ഒരു പാർട്ട്ണർഷിപ്പിനെയാണ് കാണിക്കുന്നത്. ഡീപ്പ് കണക്ഷനെയാണ് കാണിക്കുന്നത്. ഫോർത്ത് കാർഡ് നമുക്ക് നോക്കാം. നയൻ ഓഫ് കപ്സ് കാർഡാണ്. വീണ്ടും യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ആണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ഒരു ഗിഫ്റ്റ് തരുന്നു. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ യൂണിവേഴ്സ് പറയുകയാണ്. പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടിയിട്ട് നമ്മൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുകയാണെങ്കിൽ യൂണിവേഴ്സ് നമ്മുടെ ആഗ്രഹം, നമ്മുടെ ഡിസയേഴ്സ് സാധിപ്പിച്ചു തരുമെന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് ഇവിടെ 9 ഓഫ് കപ്സ് കാർഡ് പറയുന്നത്. ഒരു ഗിഫ്റ്റാണ് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. നിങ്ങൾ വേദനിച്ചതിന് യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാണ്. എക്കാലവും നമ്മൾക്ക് വേദന ഉണ്ടാവില്ല. എനിക്കും നിങ്ങൾക്കും ആർക്കും ഉണ്ടാവില്ല. എല്ലാവർക്കും യൂണിവേഴ്സ് ഒരു നല്ലൊരു ദിവസം തരും. നമ്മൾ ആഗ്രഹിച്ചൊരു ദിവസം തരും. നമ്മൾ ആഗ്രഹിച്ച സ്നേഹം തരും. അതാണ് ഇവിടെ 9 ഓഫ് കപ്സ് കാർഡ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് കാർഡ് എടുക്കാം. ഫുൾ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഫുൾ കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ തുടക്കത്തെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പുതിയ തുടക്കത്തെ കാണിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
എവേക്കനിങ് ആണ് ഈ കാർഡ് പറയുന്നത്, ബിഗിനിങ് ആണ്, ന്യൂ ബിഗിനിങ് ആണ് ഈ കാർഡ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെന്ന വ്യക്തിയിലേക്ക് യൂണിവേഴ്സ് എന്ത് തരുന്നുണ്ട്? അബഡൻ തരുന്നുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനോട് പറയാനുള്ളത് എന്താണ്? നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക. ഇവിടെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചാൽ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. നിങ്ങളിലേക്ക് പുതിയ തുടക്കം അഡ്വഞ്ചറായിട്ട് കാണിക്കുന്നേ. അവര് ഒരു റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാവാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളും അവരും തമ്മിൽ നോ കോണ്ടാക്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പല റീസൺസ് ഉണ്ടാവാം. ഇവിടെ തിരിച്ചറിവ് വന്നിട്ടുള്ള നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് കാണിക്കുന്നത്. അവർ പാസ്റ്റുമായിട്ട് കണക്ട് ചെയ്യുകയാണ്, അവരുടെ മനസ്സ് നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് ഇനി സാധിക്കില്ല എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരു കാർഡും കൂടി എടുക്കാം. ത്രീ ഓഫ് പെൻഡക്കിൾ ആണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ 3 ഓഫ് പെൻഡക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റിയാണ് കാണിക്കുന്നത്. ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്നു. നിങ്ങളിലേക്ക് ഒരു പ്രോഗ്രസ് ആണ് കാണിക്കുന്നത്. നിങ്ങൾ അറിവ് നേടുകയും അല്ലെങ്കിൽ അറിവ് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ കുറച്ച് പേരുടെ എനർജിയാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരു ട്രാവലിങ്ങിനെ കാണിക്കുന്നുണ്ട്. ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള അബണ്ടൻ വരാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ്, ഒരു യാത്ര എന്ന് കണക്കാക്കാം. പെൻഡക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മളിലേക്ക് വരുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സൽ സറണ്ടർ ആവുക, യൂണിവേഴ്സൽ വിശ്വസിക്കുക. നിങ്ങളിലേക്ക് പ്രോഗ്രസ് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഹാർഡ് വർക്കിന് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ഒരു അബണ്ടൻ കൊണ്ടുവരുന്നു. ഒരു കാർഡ് കൂടി എടുക്കാം അല്ലേ? ഇവിടെ നിന്നായിക്കോട്ടെ, എപ്പോഴും അവിടെ നിന്നല്ല എടുക്കാം. 6 ഓഫ് കപ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. നൊസ്റ്റാൾജിയാണ് കാണിക്കുന്നത്. പാസ്റ്റുമായിട്ട് അവരുടെ ഹേർട്ട് കണക്ട് ചെയ്യുന്നു. നിങ്ങളെ മറക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്ന് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയാണ്. അവരിലെ ഇമോഷനെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളുമൊത്തുള്ള നിമിഷമാണ് അവർക്ക് വളരെയേറെ സന്തോഷം നൽകിയിട്ടുള്ളത്, സമാധാനം നൽകിയിട്ടുള്ളത് എന്നവർ ചിന്തിക്കുകയാണ്. ഇവിടെ നിങ്ങളെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളെ ഇപ്പോൾ മിസ് ചെയ്യുന്നു. ആ പിക്ചർ നോക്കി തന്നെ മനസ്സിലാകുന്നത് നിങ്ങളും അവരുമൊത്തുള്ള നല്ല നിമിഷങ്ങളെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രസിന്റെ വക്കീലാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അവിടെ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഹാർമണി തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇനി ടൈം കാർഡ് കൂടി നമുക്ക് എടുക്കാം. എന്താണ് ടൈം കാർഡിൽ പറയുന്നത് നോക്കാം. കാർഡ് ഒന്ന് ഷഫിൾ ചെയ്യട്ടെ. ആദ്യത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്. ഇവിടെ ആദ്യത്തെ കാർഡ് ഇൻ 29 days എന്നാണ്. 29 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് പോകുന്നു. ഈ ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങളിലേക്ക് ഒരു പ്രോഗ്രസ് തന്നെയാണ് കാണിക്കുന്നത്. സെക്കൻഡ് കാർഡ് ഇൻ 20 days എന്നാണ് പറയുന്നത്. 20 ദിവസം. അതിനുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഒരു മാറ്റം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ തേർഡ് കാർഡ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ 5 മാസം എന്നാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരു എനർജി അല്ല, ഡിഫറെൻ്റ് എനർജിയാണ്. കുറച്ച് ഡിലേ ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് കുറച്ച് നാൾ കൂടി നിങ്ങൾ കാത്തിരിക്കണം. അത് നിങ്ങൾ ഹീലാവാൻ കുറച്ചുകൂടി ഉണ്ടാവാം, അവരും ഹീലാവാൻ കുറച്ചുകൂടി ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്കും അവർക്കും ഇടയിൽ ഒരു തേർഡ് പേഴ്സൺ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടാവാം. അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഈ കാർഡ്സിൽ നിങ്ങൾക്ക് ഏത് കാർഡാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്നത്, വാല്യൂഡ് ആയിട്ട് തോന്നുന്നെങ്കിൽ അത് സ്വീകരിക്കാം, മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കാം. ഒരു കാര്യം കൂടി ഞാൻ എടുത്തു പറയുകയാണ്, ഇന്ന് ഫുൾ മൂൺ അഫർമേഷൻ ചെയ്യുക. എപ്പോഴാണോ നിങ്ങൾ മൂണിനെ കാണുന്നത് ആ ഒരു സമയം മുതൽ അഫർമേഷൻ ചെയ്ത് പ്രാർത്ഥിക്കുക. വെൽത്താണ് ആദ്യം നിങ്ങൾ യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ മൂണിനോട് പ്രാർത്ഥിക്കേണ്ടത്. അവിടെയാണ് ആദ്യം പ്രോഗ്രസ് വരേണ്ടത് അല്ലേ? നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ അവിടെ പ്രണയവും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അതാദ്യം നോക്കുക. സെക്കൻഡ് തേർഡ് നിങ്ങൾക്ക് അടുത്ത പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, മാനിഫെസ്റ്റ് ചെയ്യാം.
ഈ റീഡിംഗ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.